ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടിയിട്ട് പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്ത് പോകാൻ വേണ്ടി റെഡിയാവാം കേട്ടോ. ആ സമയത്ത് അഞ്ജലി അടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ എല്ലാം എഴുതിയല്ലോ അല്ലേ? ആ എഴുതി മുത്തശ്ശി, ഞങ്ങൾ ഇന്ന് എവിടെയാണ് പൂജാ സാധനങ്ങൾ മേടിക്കാൻ പോണേ? നമുക്കിന്ന് പുതിയൊരു ഷോപ്പിൽ പോകാമെന്ന് പറയുവാണ്. ആ സമയത്ത് അശ്വിൻ വരുന്നുണ്ട്. ആ കുഞ്ഞ, ഞങ്ങൾ നിൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഒന്ന് പോകുമായിരുന്നു എന്ന് പറയുമ്പോൾ, ചേച്ചി ഞാൻ ചേച്ചി ഇത് പലവട്ടം പറഞ്ഞു ആ കാര്യത്തിനെ കുറിച്ച് എന്നോട് സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, എന്താ കുഞ്ഞ നീ ഇങ്ങനെയൊക്കെ പറയണത്? നിനക്ക് എന്താ കല്യാണത്തിനോട് ഇത്ര വെറുപ്പ് എന്നിങ്ങനെ ചോദിക്കുവാണ്. ചേച്ചി എനിക്കതിനോട് ഒരു താല്പര്യമില്ല, ആ ഒരു സംസ്കാരത്തോട് എനിക്കൊട്ടും യോജിപ്പില്ല എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ അഞ്ജലി ഒന്നും പറയണ്ട, ഭഗവാൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. കറക്റ്റ് സമയത്ത് എന്തൊക്കെ ആരുടെയൊക്കെ മനസ്സിൽ തോന്നിപ്പിക്കണമെന്ന് ഭഗവാനെ തന്നെ അറിയാം എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് ലാവണ്യ ഒരു ഗ്ലാസ് ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുക കേട്ടോ. ASR ചായ, ഓ സോറി അശ്വിൻ ചേട്ടാ ചായ എന്ന് പറയുമ്പോൾ അശ്വിൻ ആകെ നെട്ടുവാണ്. ആ വിളി കേട്ട് നമ്മുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജലി ലാവണ്യനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, നോക്ക് ലാവണ്യ, ദേ ഇമാതിരി വേഷം കെട്ടായിട്ട് എൻ്റെ അടുത്ത് വരരുത്, നിൻ്റെ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശിയും അഞ്ജലിയും പറയുന്നുണ്ട്, കുഞ്ഞ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുക കേട്ടോ. ആ സമയത്ത് അപ്പോഴേക്കും അവിടെ ശ്രുതി എത്തുന്നുണ്ട്. ശ്രുതി എത്തുമ്പോഴേക്കും നമ്മുടെ ശ്രുതിനെ ദേഷ്യത്തോടു കൂടി നോക്കുവാണ് അശ്വിൻ. ആ സമയത്ത് നമ്മുടെ ലാവണ്യടുത്ത് ശ്രുതി പറയുന്നുണ്ട്, മാഡം അടുക്കളയിലേക്ക് വാ, ഇന്ന് പുതിയ 2 ഡിഷ് മാഡത്തിന് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ലാവണ്യനെയും കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോകുവാണ്. അശ്വിനാണെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെ അവരെ നോക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അടുക്കളയിൽ നിന്നിട്ട് ലാവണ്യ പറയുന്നുണ്ട്, ശ്രുതികുമാരി നിന്നോടത്താണ് ASRനെ ഏറ്റവും കൂടുതൽ ദേഷ്യം. കല്യാണക്കാര്യം പറയുമ്പോൾ ASRന് ഒട്ടും താല്പര്യമില്ല. എനിക്ക് തോന്നണില്ല ശ്രുതി ASR കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ട, മാഡം അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, നമുക്ക് അതിനുള്ള പണിയൊക്കെ ചെയ്തോളാം, മാഡം ഒന്ന് ക്ഷമിക്ക്, എല്ലാം റെഡിയാവും എന്ന് പറയുവാണ്. ആ സമയത്ത് ശരി എന്ന് പറയുന്നുണ്ട്, നമുക്കിന്ന് 2 പുതിയ ഡിഷ് പരീക്ഷിക്കാം എന്ന് പറയുവാണ്. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാവണ്യക്ക് ഒരു ഫോൺ വരുവാണ്. ശ്രുതി ഒരു സെക്കൻഡ്, ഒരു കോള് വരുന്നുണ്ട്, ഞാൻ സംസാരിച്ചിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ലാവണ്യ അവിടെ നിന്ന് പോവാട്ടോ. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ എടുക്കുമായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ വരുന്നുണ്ട്. ശ്രുതി കുമാരി ലക്ഷ്മി എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വരുവാ കേട്ടോ. പെട്ടെന്ന് ശ്രുതി ആകെ നെട്ടുവാണ്. അന്തം വിട്ട് ശ്രുതി നിൽക്കുമ്പോഴേക്കും അശ്വിൻ ചോദിക്കട്ടെ, നിന്റെ വിചാരം നീ ആരാണെന്നാ? ഞാൻ വിളിച്ചാൽ നീ ഫോൺ കട്ട് ചെയ്യും എല്ലേടി എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ കയ്യും കാലൊക്കെ ഇങ്ങനെ വിറക്കുക കേട്ടോ. നിന്നോട് പറഞ്ഞത് കേട്ടില്ല, നിനക്കെന്താ മറുപടി പറയാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴേക്കും ശ്രുതിയുടെ കയ്യിലെ ആ ഒരു ഗോതമ്പ് പൊടി എല്ലാം തന്നെ അശ്വിൻ്റെ മേത്തേക്ക് വീഴുവാണ്. അപ്പോൾ ശ്രുതിക്ക് ഒന്നും കൂടി പേടിയാവട്ടോ. അശ്വിൻ ആ ദേഷ്യത്തോടു കൂടി ശ്രുതിനെ നോക്കുമ്പോഴേക്കും മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല അശ്വിൻ ബേബി, ഇതെന്താ നീ ഗോതമ്പൊടി കൊണ്ട് ഫേഷ്യൽ ചെയ്യുവാണോ എന്ന് ചോദിക്കുവാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഈ കീറസാരിക്കാരിയായിരിക്കും നിന്റെ മേത്ത് ആ ഗോതമ്പൊടി ഇട്ടല്ലേ, എന്താടി നീ എൻ്റെ കുഞ്ഞിനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിനെ തുമ്മൽ വരുവാട്ടോ. അയ്യോ തുമ്മലോ കുഞ്ഞ, നിനക്ക് പനിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ്റെ ദേഷ്യം വരണം. ശ്രുതിനെ ദേഷ്യത്തോട് കൂടി നോക്കിയിട്ട് അശ്വിനോട് നിന്ന് പോവുകയാണ്. ആ സമയത്ത് മനോരമ പറയണ്ടേ, എടി നീ എന്തുവാടി കുഞ്ഞിനെ ചെയ്തത്, കുഞ്ഞിൻ്റെ മേത്തൊരു ഗോതമ്പൊടി ഇട്ട് അല്ലേ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി, വളരെ നന്ദിയുണ്ട് മാഡം. നന്ദിയോ? നിന്നെ വഴക്ക് പണിടാൻ നീ എന്തിനാ നന്ദി പറഞ്ഞത്? അല്ല കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ മേടി ഇവിടെ വന്നത് എന്ന് പറയുവാണ്. നോക്ക് നിനക്കിതിനെയൊക്കെ തിരിച്ച് മറുപടി കിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട് മനോരമ. അതിനുശേഷം മനോരമ അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെയും ശ്യാമിൻ്റെ വിവാഹകാര്യം നമ്മുടെ അമ്മായി അച്ഛനോട് അമ്മയോട് പറയുവാണ്. ആ സമയത്ത് പ്രമീള പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും രാധ, നീ പറയണത് ശരിയല്ലോ, ചേച്ചി നിൽക്കുമ്പോൾ അനിയത്തിനെ എങ്ങനെ കല്യാണം നടത്തുമെന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മായി പറയുന്നുണ്ട്, ചേച്ചി നിൽക്കുമ്പോൾ അനിയത്തിൻ്റെ കല്യാണം നടക്കാൻ പാടില്ല, അതൊക്കെ പഴയ ആചാരമാണ്, ഇതൊക്കെ മാറണം. നോക്ക് ഞാനൊരു കാര്യം പറയാം, നമ്മുടെ പ്രീതിമോളുടെ നല്ല സ്വഭാവമാണ്, അടക്കം ഒതുക്കുള്ള ഒരു പെൺകുട്ടിയാണ്, അവൾക്ക് നല്ല ഒരുപാട് ആലോചനകൾ ഇനിയും വരും. പക്ഷേ ശ്രുതിയുടെ കാര്യം അങ്ങനെയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഒരു കാര്യം പറയാം, അവളൊരു വെകിളി പിടിച്ച പെണ്ണാണ്, മാത്രമല്ല അവളുടെ കാര്യങ്ങൾ എന്നെക്കാളും കാലമായിട്ട് നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് അവളെ അവൾ അറിയുന്ന ഒരു ആൺകുട്ടി വരുന്നത് വളരെ പെട്ടെന്ന് വരത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു പയ്യനാണ് ശ്യാം, കൃഷ്ണ ഭഗവാനായിട്ട് അവൾക്ക് കൊടുക്കാൻ പോണ പയ്യൻ, വക്കീലാണ്, നല്ല സ്വഭാവമാണ്, കാണാനും കൊള്ളാം. അത് മാത്രം പോരല്ലോ ചേച്ചി എന്ന് നമ്മുടെ പ്രമീള പറയുമ്പോൾ, പിന്നെ എന്താ വേണ്ടത്? ഇത്ര സ്വഭാവമഹിമുള്ള ചെക്കൻ്റെ വീട്ടുകാരും നല്ലതായിരിക്കും. നോക്ക് എന്തുകൊണ്ട് നല്ലൊരു ബന്ധം തന്നെയായത്, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ബന്ധം ഉറപ്പിക്കണം എന്ന് അമ്മായി പറയുവാണ്. അതേസമയം ശ്രുതിയും അതുപോലെ തന്നെ ലാവണ്യയും കൂടി സംസാരിച്ചിരിക്കുകയാണ്. ലാവണ്യ പറയുന്നുണ്ട്,
നോക്ക് അശ്വിൻ സാറിന് സാറിന് ഭയങ്കര ദേഷ്യമായിട്ടോ നിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ അതൊക്കെ മാറും മേഡം. മേഡം ഞാനിവിടെ വന്നത് എന്തിനാണ് മേഡത്തിനെയും അശ്വിൻ സാറിനെ ഒന്നാക്കാൻ വേണ്ടി. അപ്പോൾ ഇതെൻ്റെ ജോലിയാണല്ലോ, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത ബൾബ് ഇങ്ങനെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ലാവണ്യ പറയണ്ട, അയ്യോ ഈ ബൾബ് ചീത്തായും തോന്നണമല്ലോ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മാറ്റാം മേഡം എന്ന് പറയുവാണ്. ഇതൊക്കെ നിനക്ക് അറിയാവോ ശ്രുതിയും ചോദിക്കുമ്പോൾ, ഇതൊക്കെ അറിയാൻ വലിയ കാര്യമൊന്നുമില്ല മേഡം, നമ്മൾ വീട്ടിലെ കാര്യവും നാട്ടിലെ കാര്യവും ഓഫീസിലെ കാര്യം മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ കുറച്ച് പൊടിക്കൈകൾ കൂടി അറിഞ്ഞിരിക്കണം മേഡം. മേഡം ഇവിടുത്തെ A to Z കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ബൾബ് മാറ്റം വളരെ നിസ്സാരമാണെന്നേ, ഇതിനെ വേലക്കാരെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ സമയത്ത് നമ്മുടെ അശ്വിൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓഫീസിലേക്കാണ് വിളിക്കുന്നത്. അതെ, ഞാൻ ഇന്ന് വരില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ആ ഫയൽ ലാവണ്യയുടെ കൈ കൊടുത്തയക്കാം എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ ശ്രുതി പാത്തും പതുങ്ങി അങ്ങോട്ട് പോകുമ്പോൾ, ശ്രുതി കുമാരി നീ എന്തായി പാത്തും പതുങ്ങിയും പോണത് എന്ന് ചോദിക്കുവാണ്. ഒന്നുമില്ല സർ, ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിന്നോട് ചോദിക്കേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ ശ്രുതി കൈ ഇങ്ങനെ വിറക്കുന്ന പോലെ കാണിക്കുവാണ്. പെട്ടെന്ന് ശ്രുതി ബോധം കിടന്ന പോലെ അവിടെ തലകറങ്ങി വീഴുവാട്ടോ. അയ്യോ ശ്രുതി കുമാരി എഴുന്നേക്ക് എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് ശ്രുതി വെള്ളം വേണം സർ എനിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ, രാമേട്ട വെള്ളം കൊണ്ടുപോവാ. രാമേട്ടനെ വിളിച്ചാലും കിട്ടില്ല, ഞാൻ തന്നെ പോയിട്ട് വെള്ളം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ വേഗം തന്നെ പേടിച്ച് ടെൻഷനായിട്ട് അടുക്കളയിലേക്ക് പോകുക കേട്ടോ. അത് ശ്രുതിയുടെ ഒരു അടവാണ്. ശ്രുതി പതുക്കെ പാത്തും പതുമി അവിടെ നിന്ന് രക്ഷപ്പെടുക കേട്ടോ. അശ്വിൻ വെള്ളമായിട്ട് വരുമ്പോഴേക്കും ശ്രുതി ഓടിപ്പോണതാണ് അശ്വിൻ കാണുന്നത്. അശ്വിനാകെ ദേഷ്യം വരുവാട്ടോ. അവളെന്നെ ഫൂളാക്കിയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഗ്ലാസ് നിലത്തെറിഞ്ഞിങ്ങനെ പൊട്ടിക്കുവാണ്. ആ സമയത്ത് സൗണ്ട് കേട്ട് നമ്മുടെ മനോരമ വരുന്നുണ്ട്. എന്തു പറ്റി ബേബി, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്ത് രാമേട്ടൻ വരുന്നുണ്ട്. എടോ, ഞാൻ ബ്യൂട്ടി പാർലർ വരെ പോകുവാണ്, താൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണം. താൻ കണ്ടില്ലേ ഇവിടെ അശ്വിൻ കുഞ്ഞ് ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുക, ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്ക്, ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ലാവണ്യയുടെ അശ്വിൻ പറയുന്നുണ്ട്, ലാവണ്യ ഈ ഫയൽ നീ ഓഫീസിൽ എത്തിക്കണം എന്ന് പറയുവാണ്. ശരി, ഞാൻ നിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോട്ടെ ASR എന്ന് പറയുമ്പോൾ, അതിനെന്താ നീ എടുത്തോളൂ എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ അശ്വിൻ്റെ വണ്ടിയുടെ കീ എടുത്തുകൊണ്ട് ലാവണ്യ വണ്ടി സ്റ്റാർട്ടാക്കി പോകുക കേട്ടോ. അശ്വിൻ്റെ വണ്ടി പോണത് കാണുമ്പോഴേക്കും ശ്രുതി മനസ്സിൽ വിചാരിക്കണേ, അത് ASRൻ്റെ വണ്ടിയല്ലേ പോയത്, അപ്പോൾ ASR ഓഫീസിലേക്ക് പോയെന്ന് തോന്നുന്നു, രക്ഷപ്പെട്ടു, സമാധാനം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വീണ്ടും കയറാൻ പോകുക കേട്ടോ നമ്മുടെ ശ്രുതി. അകത്തേക്ക് കയറുമ്പോഴേക്കും പെട്ടെന്ന് ഞെട്ടി പോകുവാണ്. നേരെ മുമ്പിൽ നിൽക്കുന്നു നമ്മുടെ അശ്വിൻ. അയ്യോ ഇയാൾ പോയില്ലേ എന്ന് വെച്ചിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ വിചാരിക്കുകയാണ്, ശ്രുതി കുമാരി നിനക്ക് അങ്ങനെ പെട്ടെന്നൊന്നും എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാണ്ട് നിനക്ക് പോകാൻ പറ്റില്ല. മനോരമാൻറ്റി ലാവണ്യ മേഡം എന്ന് പറയും കാറി വിളിക്കുവായിട്ട് ശ്രുതി. ആ സമയത്ത് അശ്വിൻ പറയണ്ടേ, ലാവണ്യനെ ഞാൻ ഓഫീസിലേക്ക് പറഞ്ഞയച്ചിരിക്കുക, മനോരമാൻറ്റി പുറത്ത് പോയിരിക്കുക, ചേച്ചിയും മുത്തശ്ശിയും പുറത്ത് പോയിരിക്കുക, ഇവിടെ വേറെ ആരുമില്ല എന്ന് പറയാണ്. സർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കൈ ഇങ്ങനെ വെക്കുക കേട്ടോ നമ്മുടെ അശ്വിൻ. അതിനുശേഷം അശ്വിൻ പറയണ്ടേ, എനിക്ക് പറയാനുള്ളതൊക്കെ നീ കേൾക്കണം, നിന്റെ വിചാരം നീ ആരാടി, എന്നെ ഫൂളാക്കാൻ നിൽക്കുകയാണോ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടരുതെന്ന് എൻ്റെ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് സാർ എന്തൊക്കെയാണ് കാണിക്കണം സാർ വിട് സർ എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് അശ്വിൻ പറയണ്ടേ, ഞാൻ പറയണത് ഫുള്ളും കേൾക്കാണ്ട് ഞാൻ നിന്നെ ഇവിടെ നിന്ന് വിടത്തില്ലടി എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.